സ്വന്തം ഭാര്യയുടെ മുന്നിൽ ഭർത്താവിനെ വെടിവെക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ എന്റെ കൂടെയാണല്ലോ, അല്ലാഹ് സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് വീണോ? കൃത്യമായി നിസ്കാരം നിലനിർത്തിക്കോ. സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ ഭാര്യനെ ക്രൂരമായി വ്യഭിചരിക്കുമ്പോൾ, കശാപ്പ് ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവൾ എന്റെ കൂട്ടത്തിലുണ്ടല്ലോ, അല്ലാഹ് സുബ്ഹാനല്ലാഹ് സുജൂദിലേക്ക് വീണോ? ലൈൻ ശക്കറത്തും, അവിടെ കാണുന്ന അക്രമത്തിനും അനീതിക്കും, അവിടെ കാണുന്ന പീഡനങ്ങൾക്കും ദുരിതങ്ങൾക്കും നിന്നെ അല്ലാഹു തആല വിധേയനാക്കാതെ നിന്നെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ശുക്ർ ചെയ്യാൻ, റഹ്മാനായ തമ്പുരാന് സുജൂദ് ചെയ്യാൻ നീ തയ്യാറുണ്ടെങ്കിൽ ലാസീദന്നക്കും, ഈ അനുഗ്രഹം നിനക്ക് ഞാൻ നിലനിർത്തി തരാം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളോട് വെറുപ്പുള്ള ഭരണാധികാരികൾ ഇവിടെ ഉണ്ടാവില്ല. മുസ്ലിങ്ങൾ രാജ്യം വിട്ടുപോകണമെന്ന് പറയുന്നവരുടെ മനസ്സിനെ അല്ലാഹു തആല മാറ്റിത്തരും. നിങ്ങളോട് അവർക്ക് സൗഹാർദ്ദതയും സ്നേഹവും ഉണ്ടാകും. നമ്മുടെ മുൻഗാമികൾ പാടുപെട്ട് നേടിയെടുത്ത ഭരണഘടന പ്രകാരം ഈ രാജ്യത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തആല തരും. വലയിൻ ശക്കർത്തും, പലസ്തീനി എന്തും ചെയ്യട്ടെ, അവർക്കെന്തും അനുഭവിക്കട്ടെ, എനിക്കാരെ തട്ടിച്ചിട്ടാലും വേണ്ടില്ല തിന്നണം, ആരെ പറ്റിച്ചാലും വേണ്ടില്ല കാശുണ്ടാകണം, ഏത് അവളായാലും വേണ്ടില്ല ഏത് അവനായാലും വേണ്ടില്ല എനിക്ക് സുഖിക്കണം, ഉമ്മാനെ കൊന്നിട്ടാലും വേണ്ടില്ല എനിക്ക് മയക്കുമരുന്ന് വേണം. നീ തെമ്മാടിത്തരത്തിലൂടെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അള്ളാന്റെ ഭാഗത്തുനിന്നുള്ള നടപടി കടുകടുപ്പമായിരിക്കുന്നതാണ്. ഇങ്ങനെ ഒരു കടുകടുപ്പമായ ഒരു വ്യാപകമാകുന്ന ഒരു ശിക്ഷയും കാര്യങ്ങളും ഈ രാജ്യത്ത് വന്നാൽ വിതുരക്കാര് ചേമ്പിന്റെ ഇടപോല പോലെ നനയാത്തതുപോലെ വിതുരയിലേക്ക് നാശം വരാതെ നിങ്ങൾക്ക് നിലനിൽക്കണോ? അതിന് പറ്റിയൊരു ഒറ്റമൂലിയാണ് നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിലേക്കാണ് ശ്രദ്ധ കൊണ്ടുവരിക. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? ഫലസ്തീനിയുടെ അവസ്ഥയിലേക്ക് തന്നെയല്ലേ നമ്മുടെ തലമുറയും പോണത്. 1913-18 കാലഘട്ടം ലോകം അറിഞ്ഞതായ ഒന്നാം ലോക മഹായുദ്ധം. യുദ്ധാനന്തരം യഹൂദന്മാർക്ക് ഈ ഭൂമിയിൽ ഒരു തരി മണ്ണില്ലാതെയായി. ശ്രദ്ധിച്ചോളണം എല്ലാവരും. ഞാൻ ഈ പറയുന്ന അവസ്ഥയാണോ ഇന്ന് നമ്മുടെ ഈ കേരളത്തിലെ തലമുറയ്ക്ക്? എന്നാൽ ഒരു നിലയ്ക്കും ഈ തലമുറ അല്ലാഹു തആല രക്ഷപ്പെടുത്തൂല. നേരിക്ക് നേരെ ഖുർആന്റെ പ്രഖ്യാപന, നിങ്ങൾ മുസ്ലിമാന്നും പറഞ്ഞ് ഇവിടെ ജീവിച്ചിട്ട് ഇസ്ലാമിനെ കളഞ്ഞു കുളിച്ചാൽ ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, നിങ്ങൾ എവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിക്കളയും. അതാണിന്ന് ഫലസ്തീനിൽ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രൂരമായി ഇപ്പൊ ആണുങ്ങളെ കൊണ്ടുപോയത് ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ കൊണ്ടുപോയത് പറഞ്ഞു. സഹോദരിമാരുടെ അവസ്ഥ എന്താ മോളെ പറ? ആയിരക്കണക്കിന് പെൺകുട്ടികൾ, ഫലസ്തീനികൾ എന്ത് സൗന്ദര്യമുള്ളവരാണെന്നറിയോ? നിങ്ങൾ കണ്ടില്ലേ കുഞ്ഞുങ്ങളുടെ ജനാസയൊക്കെ എങ്ങനെ കണ്ണീരോടെ എങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരിക്കണ ചിലര്? എന്താണ് ഇപ്പൊ ആ കുഞ്ഞിന്റെ ഒക്കെ അഴക്? പുഷ്പം പോലെ ഇരിക്കുന്ന മക്കള് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ല, അവർ യൂസുഫ് നബിയുടെ പിന്തലമുറക്കാരാ. ഫലസ്തീനികൾ എന്ന് പറഞ്ഞാൽ യൂസുഫ് നബിയുടെ പിന്തലമുറക്കാരാ. യൂസുഫ് നബി ആരാണ്? ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യവാനായിരുന്നു. ഞാൻ ഈജിപ്റ്റ്, സിറിയ, ജോർദാൻ അങ്ങനെ ഫലസ്തീനൊക്കെ ഇങ്ങനെ സന്ദർശിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി ഒരിക്കുക. അപ്പൊ എന്റെ വീട്ടുകാർ പറഞ്ഞു, ദേ ആ പൊട്ട ജനലിന്റെ ഇടയിൽ ആ സ്ക്രീനിന്റെ മറയിൽ ഒരു മുഖം നോക്കിക്കെന്ന് പറഞ്ഞു എന്നോട്. അല്ലാഹു അക്ബർ. ഒരു പെൺകുട്ടി നോക്കിയാണ്, ഒരു പൊട്ട ജനല മൊത്തം പൊളിഞ്ഞത് അവരുടെ വീടുകളൊക്കെ. അവിടെ ഇരിക്കുന്ന ഒരു കട്ടന്റെ ഇടയിൽ കൂടി ഞങ്ങളുടെ സംഘം ഇങ്ങനെ പോകുമ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഉദിച്ചു വരുന്ന ചന്ദ്രനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള സൗന്ദര്യം. ഇങ്ങനെയുള്ള കുട്ടികൾ, ആയിരക്കണക്കിന് പെൺകുട്ടികൾ, ആണുങ്ങളുടെ ക്രൂരമാകുന്ന അവർക്ക് കിട്ടുന്ന അവസ്ഥ ഞാൻ ഒന്ന് സൂചിപ്പിച്ചു. കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യണം ഞാനൊന്ന് സൂചിപ്പിച്ചു. എത്രയോ മക്കളെ കൊന്നുകളഞ്ഞു. വെറും ബ്രോയിലർ കോഴി അറക്കുന്നത് പോലെ ഒരുത്തൻ ഇങ്ങനെ പിടിക്കും, മറ്റവനിങ്ങനെ അറക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ സഹോദരന്മാരെ, സഹോദരിമാരുടെ അവസ്ഥ ഒന്ന് ചിന്തിക്കുമോളെ. ആയിരക്കണക്കിന് പെൺകുട്ടികൾ ദുഷ്ടന്മാരാകുന്ന, അക്രമികളാകുന്ന, തെമ്മാടികളാകുന്ന യഹൂദന്മാർക്ക് കിടന്നു കൊടുക്കേണ്ട അവസ്ഥ വന്നെങ്കിൽ ആ കുട്ടികൾ ഇന്ന് എന്ന് ആഗ്രഹിക്കുന്ന, അല്ലാഹ് ഈ ദുഷ്ടന് വേണ്ടി ഞാൻ കിടന്നു കൊടുക്കുന്നതിന് മുമ്പ് നീ എന്നെ അങ്ങ് മരിപ്പിച്ചിരുന്നായിരുന്നു നിങ്ങൾ റബ്ബേ. 10,000-കണക്കിന് പെൺകുട്ടികൾ ഇന്ന് ജൂതന്മാരുടെ അടിമകളായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വസ്ഥമായി നമ്മുടെ കുടുംബത്തിൽ കഴിയോ മോളെ? അവിടെ ഇറക്കിയ അതേ തമ്പുരാൻ തന്നെയാണ് ഇവിടെ നമ്മളെയും ഇതേ നിലയ്ക്ക് ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചോ, ഞാൻ എൻ്റെ പോയിന്റിലേക്ക് കൊണ്ടുവരികയാണ്.
18 യുദ്ധം അങ്ങ് കഴിഞ്ഞതോടുകൂടി ആകാശത്തിന്റെ താഴെ യഹൂദന്മാർക്ക് മണ്ണില്ലാതെയായി. നമ്മുടെ ഇമാമിങ്ങളുടെ വ്യാഖ്യാനമൊക്കെ എടുത്ത് അനുസരിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഈർക്കിളിച്ചൂലിന്റെ കെട്ടഴിച്ചിട്ട് അത് വലിച്ചെറിഞ്ഞാൽ ഈർക്കിളികൾ എങ്ങനെ ചിതറിപ്പോയി വീഴുമോ അപ്രകാരമായി യഹൂദന്മാർ ഈ ലോകത്ത്. ഞങ്ങളുടെ മട്ടാഞ്ചേരിൽ വന്ന് ചാടി ഒരെണ്ണം, ചേന്നമംഗലത്ത് വന്ന് ചാടി വേറെ ഒരെണ്ണം, ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്ത്. ആ സന്ദർഭത്തിലാണ് അമേരിക്കയുടെ ഒത്താശയോടെ ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി, ഇപ്പൊ പേ പിടിച്ച് ഓടി നടക്കുന്നത് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിയാണ്, ആന്റണി ബ്ലിങ്കൺ. അവൻ എല്ലാ കാക്കാമാരുടെ അടുത്തോടെ ചെല്ലും, വെടിവെപ്പ് ശക്താക്കുന്നതിന് മുമ്പ്. സൗദി ചെല്ലും, സിറിയ ചെല്ലും, കുവൈറ്റ് ചെല്ലും, ഖത്തറി ചെല്ലും, തുർക്കി ചെല്ലും, എല്ലാ സ്ഥലത്തും ചെല്ലും. കാക്കാനോട് ഒരു മിണ്ടരുത്, അവിടെ കൊല്ലാൻ പോവാണ്. കാക്ക പറയും മിണ്ടൂല. കണ്ടില്ല ഒരു കാക്ക 25 ഏക്കർ കൊടുത്തേക്കണേ പോത്ത്. എന്നിട്ട് അവൻ തലയിൽ വട്ടം വച്ചുകൊണ്ടിട്ട് സ്വാമിമാരൊക്കെ കൈ കൂപ്പിക്കുകയാണ്. ഇത് തന്നെ ഇപ്പൊ ഫലസ്തീനും പറ്റിയത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഫലസ്തീനും സംഭവിച്ചത് ഇതാണ്. മണ്ണില്ലാതെ യഹൂദന്മാർ ഓടി നടക്കുമ്പോൾ അമേരിക്കയുടെ ഒത്താശയോടെ ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി വന്നത് ഫലസ്തീനിലാണ്. നിങ്ങളൊക്കെ ചിലപ്പോൾ കുറ്റം പറയും, എന്തിനാണ് ഫലസ്തീനി യഹൂദന് കിടക്കാൻ മണ്ണ് കൊടുത്തത്? ഫലസ്തീന് ഖുർആൻ അനുസരിച്ചാ ചെയ്തത്, ഒരു തെറ്റും ഫലസ്തീന് ചെയ്തിട്ടില്ല. ആൾക്കാരിപ്പോ പറയുന്നുണ്ട് യഹൂദനെ കിടത്താൻ അനുവാദം കൊടുത്തിട്ടല്ലേ യഹൂദൻ ഇപ്പൊ ഇവനെ ഉന്തിച്ചാടിച്ചത്. അങ്ങനെയാ, ഉന്തിച്ചാടിച്ചു. ബെഞ്ചേല് സ്ഥലമില്ല, ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഇരുന്നിട്ട് എന്ത് ചെയ്തു? തിക്കി 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 ബെഞ്ചേന്ന് മൊത്തം താഴത്തേക്ക് അടി. ഇപ്പൊ റഫ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൊണ്ട് നിർത്തിയിരിക്കുക, ബാക്കിയൊക്കെ കൊന്നു. അവിടെ ഉള്ളതിനെ കൊല്ലല്ലേന്ന് ഇപ്പൊ എല്ലാവരും പറയണേ. നീ പോടാന്നാണ് തന്നെയാവും പറയണേ. ഡെയിലി കൊന്നു. ആർക്കും ഇപ്പൊ ഒരു വാർത്തയൊന്നും അല്ല. 2023 ഒക്ടോബർ 7 മുതൽ കുറെ ദിവസത്തേക്ക് മിമ്പറുകളിൽ ദുആ ഉണ്ടായി, മീറാബുകളിൽ ദുആ ഉണ്ടായി, പള്ളികളിൽ കുനൂത്തുകൾ ഉണ്ടായി, മുസല്ലകളിൽ കണ്ണീരുണ്ടായി. ഇപ്പൊ ഒരു 85% പ്രശ്നമില്ല. 85% മിമ്പറിലും ദുആ ഇല്ല, മീറാബിലും ദുആ ഇല്ല, മറന്നുപോയി. പിന്നെ ഇപ്പൊ എന്താണ്? ഇസ്ലാമിക് ഐഡന്റിറ്റി ഉള്ള ചില പത്രങ്ങളിൽ വരുന്നു, കഴിഞ്ഞ 24 മണിക്കൂറിന്റെ ഉള്ളിൽ 250 എണ്ണത്തിനെ കൊന്നു. അങ്ങനെ 250 ബ്രോയിലർ കോഴീനെ കൊന്നു എന്നല്ലേ പറഞ്ഞേ? 250 മുസ്ലിമിനെ. കണക്ക്, ആ കണക്കൊന്നും ശരിയല്ല, കൊന്നു. പിറ്റേ ദിവസം കാണും 190 എണ്ണത്തിനെ കൊന്നു. അങ്ങനെയാണ്. 24 മണിക്കൂറിന്റെ കണക്ക് മാത്രമേ ഇപ്പൊ എന്നുള്ളൂ. ജനങ്ങളെ, ഇത് കേട്ടിട്ട് എന്തേ നമ്മൾ പഠിക്കാത്തത്? എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? അതാ ശ്രദ്ധിച്ചോ. കിടക്കാൻ ഇടം കൊടുക്കണമെന്ന് ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി ഫലസ്തീനിൽ വന്ന് ആവശ്യപ്പെടാൻ കാരണം എന്താണ്? അമേരിക്ക ചോദിച്ചാൽ തരൂല, കാരണം ബൈബിളിൽ അങ്ങനെ ഇല്ല. ബ്രിട്ടനോട് ചോദിച്ചാൽ തരൂല, ബൈബിളിൽ അങ്ങനെ ഇല്ല. ഇന്ത്യയിൽ വന്ന് ചോദിച്ചാൽ തരൂല, രാമായണത്തിൽ അങ്ങനെ ഇല്ല, മഹാഭാരതത്തിൽ അങ്ങനെ ഇല്ല. അവിശ്വാസിയാണെന്നൊന്നും നോക്കണ്ട. ഒരു മനുഷ്യൻ നിന്റെ അടുക്കൽ അഭയം തേടി വന്നാൽ അവന് നീ അഭയം കൊടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഏക ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഇന്നഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫാജിറുഹു. മുസ്ലിമല്ല, ഒരു മുശ്രിക്കായ മനുഷ്യൻ, ഒരു അവിശ്വാസിയായ മനുഷ്യൻ നിന്റെ അടുക്കൽ വന്ന് അഭയം തേടിയാൽ നീ അവനക്ക് അഭയം കൊടുക്കണേ. ഇതാ മനുഷ്യ സൗഹാർദ്ദം. മതസൗഹാർദ്ദം ലോകത്തില്ല, നിങ്ങളത് മനസ്സിലാക്കണം. ആൾക്കാർ പറയും മതസൗഹാർദ്ദം. എങ്ങനെ മതസൗഹാർദ്ദം ഉണ്ടാവുക? ഞാൻ ചോദിക്കട്ടെ, നെതന്യാഹുവും നരേന്ദ്രമോദിയും തമ്മിൽ മതപരമായിട്ട് യോജിപ്പാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയേക്കണത്? അവർ ബദ്ധശത്രുക്കളാ. യഹൂദന്മാരുടെ ബദ്ധശത്രുവാണ് മജൂസികൾ. യഹൂദന്മാരുടെ ബദ്ധശത്രുക്കളാണ് അമേരിക്ക. പക്ഷെ അവരെല്ലാം മനുഷ്യപരമായിട്ട് വലിയ അടുപ്പത്തില. മുസ്ലിം പറയുന്നു ഏക ഇലാഹ്, വേറെ ചില മതങ്ങൾ പറയുന്നു 33 കോടി ഇലാഹ്. ഇവർ തമ്മിൽ യോജിക്കണേ എങ്ങനെയാ? അവരുടെ വിശ്വാസം അവിടെ കിടന്നോട്ടെ, ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുമായിട്ട് ജീവിച്ചോ, പക്ഷെ മനുഷ്യനുമായിട്ട് സ്നേഹം വേണം. ഇതാണ് ഖുർആൻ പറഞ്ഞത്. അവൻ മുശ്രിക്കാണോ നോക്കരുത്, അഭയം തേടി വന്നാൽ അഭയം കൊടുക്കണം. അതാണ് ബ്രിട്ടന്റെ വിദേശ സെക്രട്ടറി മെഡിറ്ററേനിയൻ കടലിന്റെ കിഴക്ക് ഭാഗത്ത് ഒരൊറ്റ അമുസ്ലിങ്ങൾ പോലും ഇല്ലാത്ത നാട്ടില് ഫലസ്തീനിൽ വന്നുകൊണ്ട് ആവശ്യപ്പെട്ടു, ഈ യഹൂദന്മാർക്ക് കിടക്കാൻ ഇടം കൊടുക്കാമോ? ലോകത്തുള്ള യഹൂദന്മാരെല്ലാം വിളിച്ചിങ്ങനെ കൂട്ടി യഹൂദ രാഷ്ട്രം അവർ വ്യാപിപ്പിച്ച്
ഇപ്പൊ ഫലസ്തീൻ എന്നുള്ളത് ഒരു ചെറിയ കടുക് പോലെയായി മാറി. എന്തുകൊണ്ട് മാറി? കിടക്കാൻ ഇടം കൊടുത്ത യഹൂദിക്ക് ഇടം കൊടുത്ത ഫലസ്തീനിയോട് അള്ളാഹ് എന്താ പറഞ്ഞേ? അഭയം ചോദിച്ചു വരുന്ന മുശ്രിക്കിന് നീ അഭയം കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഹത്താ യസ്മഅ കലാമല്ലാഹ്, നിന്റെ ജീവിതത്തിലൂടെ അള്ളാഹിനെ അവർക്ക് കാണിച്ചു കൊടുക്കണം. ഉറങ്ങാത്തവർ ശ്രദ്ധിച്ചോ, ഉറങ്ങണേന് ഇത് ശ്രദ്ധ കിട്ടൂല. ഞാൻ അങ്ങനത്തെ പ്രസംഗം എന്നെ പ്രസംഗിക്കുന്നു. ഉറങ്ങാത്തവർ ശ്രദ്ധിച്ചോ, കിടക്കാൻ ഇടം കൊടുക്കുക എന്നുള്ളൊരു ദീനി ദഅവത്താണ്. എന്ന് പറഞ്ഞാൽ കിടക്കാൻ ഇടം കൊടുത്തിട്ട് നീ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ നിന്നിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ് കുടുംബജീവിതം, എങ്ങനെയാണ് അയൽവക്ക ബന്ധം, എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്, എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, എങ്ങനെയാണ് കച്ചവടം നടത്തേണ്ടത്, എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, എല്ലാത്തിനും നീ കാണിച്ചു കൊടുക്കണമെന്ന് ഫലസ്തീനിയോട് അള്ളാഹ് പറഞ്ഞെങ്കിൽ അവിടെ ഫലസ്തീനി പൊട്ടി. മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെയാ. ഇവിടെ ഇസ്ലാം പടർന്നത് ആരും വാളെടുത്തിട്ടല്ല, യുദ്ധം ചെയ്തിട്ടല്ല. മുസ്ലിം സമുദായത്തിന്റെ ജീവിതം കണ്ടപ്പോൾ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നു. അങ്ങനെയല്ലേ? സഹൽ റളിയല്ലാഹു തആലയുടെ തൊട്ടടുത്തുള്ളത് മജൂസി അല്ലായിരുന്നോ? മരിക്കാണ്ട ടൈമിലേക്കുള്ള രോഗമെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഒരു മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നമ്മുടെ അയൽക്കാരനൊന്ന് വിളിച്ചേ. അയാൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കിടക്കുന്ന ആളുടെ അടുത്ത് നിന്നിട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ അയാൾക്കൊരു സത്യം മനസ്സിലായി. ഇക്കാലം വരെ ഞാൻ എൻ്റെ ടെറസിൽ നിന്ന് അഴുക്ക് അടിച്ചിട്ടുണ്ടിരുന്നത് ഇയാൾ കിടക്കുന്ന സ്ഥലത്തേക്കാണല്ലോ. മജൂസി ചോദിച്ചു, സഹോദര നിങ്ങൾ എന്നെ വിളിച്ചു, നിങ്ങൾ അവസാന സമയത്തേക്ക് എത്തിയെന്ന് നിങ്ങൾക്ക് എന്നെ ബോധ്യപ്പെടുന്നു. പക്ഷേ ഇക്കാലം വരെ നിങ്ങൾക്ക് എൻ്റെ ഭാഗത്തു നിന്നൊരു ഉപദ്രവം ഉണ്ടായല്ലോ, നിങ്ങൾ അത് എന്തുകൊണ്ടിട്ടാണ് എന്നെ അറിയിക്കാതിരുന്നത്? ഖാദിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇതിങ്ങനെ ദേഷ്യം വരുന്നതൊക്കെ ക്ഷമിക്കാനും അയലക്കംകാരോടൊക്കെ നല്ല നിലയ്ക്ക് വർത്തിക്കാനും അവരിങ്ങോട്ട് ഉപദ്രവിച്ചാൽ അങ്ങോട്ട് ഉപദ്രവിക്കാതെ ഉപകാരം ചെയ്യാനും, ഇതെല്ലാമാണ് സുഹൃതം എന്നാണ് എൻ്റെ ഖുർആനിലൂടെ എൻ്റെ നബി എനിക്ക് പഠിപ്പിച്ചെന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇടുന്ന അഴുക്ക് ഞാൻ ഡെയിലി ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിനകത്ത് പരാതിയില്ല. ഞാനിപ്പോൾ കാലാകാലമായി വിശ്വസിക്കുന്ന വിശ്വാസം എനിക്ക് വേണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമുക്കിത് അതാ ഖുർആൻ പറഞ്ഞേ, നീ യഹൂദനെ അവിടേക്ക് കിടക്കാൻ ഇടം കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? യഹൂദന് നിന്നിലൂടെ അള്ളാനെ കാണിച്ചു കൊടുക്കണം. ഇവിടെ ഫലസ്തീനി തോറ്റു. ഫലസ്തീനി എന്ത് ചെയ്തു? ട്രൗസർ ഇട്ടോണ്ട് വന്നതാ യഹൂദ ചെറുക്കനെ കണ്ടപ്പോ ഫലസ്തീനി ചെറുപ്പക്കാര് പാൻഡഴിച്ചു മാറ്റി, അവർ ഉടുതുണി അഴിച്ചു മാറ്റി, അവർ ട്രൗസർ ഇട്ടു. ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾ, ബഹുമാനപ്പെട്ട ഉലമാക്കൾ, ബഹുമാനപ്പെട്ട ഉമറാക്കൾ അവര് പറഞ്ഞു, മക്കളെ ഇത് യഹൂദന്റെ സംസ്കാരമാണ് കേട്ടോ, ഇത് നിങ്ങൾ അനുകരിക്കരുത്. ഇത് നിങ്ങൾ അനുകരിച്ചാൽ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, നീ യഹൂദനായി പോവും കേട്ടോ മോനെ. അതുകൊണ്ട് നീ ട്രൗസർ ഇടല്ലേ, നീ പാന്റ് ഇട, തുണി ഉടുക്ക്. പോടാ തങ്ങളെ, പോടാ മൊയ്ലിയാരെ, പോടാ കമ്മട്ടി, പോടാ കാർന്നോമാരെ. ഏത്തി സമാനുൻ അലാ ഉമ്മത്തി യഫിറൂന മിനൽ ഉലമാഇ വൽ ഫുഖഹാഇ യബ്തലിഹുമുല്ലാഹു ബിസലാസി ബലിയാത്തിൻ അർഫഉല്ലാഹുൽ ബറകത മിൻ കസ്ബിഹിം യുസല്ലിത്തുല്ലാഹു അലൈക്കും സുൽത്താനൻ ളാലിമാ യുഖ്രിജൂന മിനദ് ദുനിയാ ബിഗൈരി ഈമാൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. ലോകം അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഉലമാക്കളെ ബഹിഷ്കരിക്കുന്ന സമൂഹം ഉണ്ടാകും. ഒരു വലിയമാരൊന്നും വകവയ്ക്കൂല, തങ്ങന്മാരൊന്നും കണക്കിലെടുക്കൂല, ആലിമ്യങ്ങൾക്കൊന്നും പരിഗണന കൊടുക്കൂല. 3 വിധത്തിൽ അവരല്ല പരീക്ഷിക്കുമെന്ന് നബീന റസൂലുള്ളാഹി. ഒന്നാമത്തെ, അവരുടെ ജീവിതത്തിലേ ബർക്കത്തുണ്ടാവില്ല. ഞാൻ ഓരോ ദിവസം പറയണ പോയിന്റുകളായത്. ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല. ധിക്കാരിയായ ഭരണാധികാരിയെ കൊണ്ട് അല്ലാഹു തആല അവരെ ഭരിപ്പിക്കും. അല്ലാഹു അക്ബർ. അനുഭവിച്ചോ? നിങ്ങൾ നോക്കിക്കോ, 400 സീറ്റ് കിട്ടുമെന്ന് ഇപ്പൊ ഭരിക്കുന്ന സർക്കാർ പറയുന്നുണ്ടെങ്കിൽ 410 സീറ്റോട് കൂടി വീണ്ടും അവർ അധികാരത്തിൽ വരും. ഇവിടെ ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാവില്ല, ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല. നിങ്ങൾ നോക്കിക്കോ, റസൂലുള്ളാഹിയുടെ വാക്കനുസരിച്ച്, ഇന്നത്തെ പുതിയ തലമുറയുടെ പോക്കനുസരിച്ച് ഒരു കാരണവശാലും ഒരു ഭരണമാറ്റം ഈ രാജ്യത്തുണ്ടാവില്ല. യസൂമൂനക്കും സൂവല്ലാതെ വർത്താനം കണ്ടോ?
ലോകത്തൊരു മനുഷ്യനും അനുഭവിക്കാത്ത വേദനകളും ദുരിതങ്ങളും ദുരന്തങ്ങളും ആ ഭരണാധികാരിയെ കൊണ്ട് അല്ലാഹു തആല സമൂഹത്തിനെ അനുഭവിപ്പിക്കും. ഫലസ്തീനി അനുഭവിക്കുന്ന പോലെ ലോകത്താരെങ്കിലും അനുഭവിക്കണ്ടോ? നമുക്ക് പാഠമാകണം. ഊരിപ്പിടിച്ച വാളുമായി മുത്തുനബിയെ കൊല്ലാമെന്ന ആളാണ് സയ്യിദന ഉമറുൽ ഫാറൂഖ്. അന്ന് റളിയല്ലാഹു അൻഹു ആയോ? ഇല്ല. എന്താ അടുത്തേക്ക് വന്നിട്ടുണ്ടായത്? വാളങ്ങ് വലിച്ചെറിഞ്ഞു, മുത്തുനബിയുടെ കാൽക്കിലേക്ക് വീണു. ഇല്ലേ? ആ മനസ്സിന് മാറ്റം കൊടുത്ത ശക്തിയുടെ പേരാണ് അല്ലാഹ്. കൊല്ലാൻ വാളുമായി ഊരിത്തന്നവൻ, ഊരിപ്പിടിച്ച വാളുമായി വന്നവൻ വാള് വലിച്ചെറിഞ്ഞ് കൊല്ലാൻ തയ്യാറായി വന്ന കൊല്ലപ്പെടേണ്ടതായ വ്യക്തിയെ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തെങ്കിൽ ആ മനസ്സിനെ മാറ്റിയ ശക്തിയുടെ പേരാണ് അല്ലാഹ്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പലരും നിങ്ങളിവിടെ ജീവിക്കേണ്ടവരല്ല, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണ്, നിങ്ങൾക്ക് ഇവിടെ ഒരു അവകാശവുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കുന്നവന്റെ പേരാണ് അല്ലാഹ്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും മുന്നിൽ നിന്ന് പോരടിച്ച് രക്തം ചിന്തിയത് ഈ സമുദായമാണ്. ഏറ്റവും കൂടുതൽ ഖജനാവിലേക്ക് നികുതി പണം തരുന്നത് ഈ സമുദായമാണ്. ഈ രാജ്യത്തെ പ്രധാനമന്ത്രിമാരെ കൊന്നവർ ഇവരല്ല, രാഷ്ട്രപിതാവിനെ കൊന്നവർ ഇവരല്ല, ഈ രാജ്യത്ത് സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയവർ ഇവരല്ല, രാജ്യത്തിന് ഒറ്റുകൊടുത്തവർ ഇവരല്ല. ഇവർ ഈ രാജ്യത്ത് താമസിക്കേണ്ടവരാണ്. മറ്റ് മതവിഭാഗങ്ങളെ പോലെ ഇവർക്കും അവകാശമുണ്ട് എന്ന് ഭരിക്കുന്നവരെ കൊണ്ട് പറയിപ്പിക്കുന്നവന്റെ പേരാണ് അല്ലാഹ്. ആ അല്ലാഹു പറയിപ്പിക്കണമെങ്കിൽ ലാ യുഗയ്യിറു മാ ബിഖൗമി മാ ബിഅൻഫുസിഹിം ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമുദായത്തെ രക്ഷപ്പെടുത്തുകയില്ല. ലാ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിങ്ങൾ സ്വന്തം തെറ്റുകൾ തിരുത്തി മര്യാദയ്ക്ക് വരാതെ, നമ്മൾ തെറ്റിതിരുത്തി സംശുദ്ധമായ ജീവിതത്തിലേക്ക് വരാൻ തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ രക്ഷപ്പെടുത്തും. നിങ്ങളെ അല്ലാഹ് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അതാണ് ഫലസ്തീനി. എന്താ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ ഇന്ന് നിങ്ങൾ എടുത്തു നോക്കിക്കോ, ഏറ്റവും കൂടുതൽ ട്രൗസർ ഇട്ടുകൊണ്ട് നടക്കുന്ന മക്കൾ ആരാ നിങ്ങൾ നോക്കിക്കോ. ഇവിടുത്തെ ക്രിസ്ത്യാനി പിള്ളേരല്ല, ഇവിടുത്തെ ഹിന്ദു പിള്ളേരല്ല. ഞാൻ ഇന്നലെ നാട്ടുകല്ലിൽ വയലു പറഞ്ഞിട്ട് സംസാരം കഴിഞ്ഞാൽ വിശാലമായ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യാൻ, ഇന്ന് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ, അതിന്റെ മുന്നോടിയായിട്ടുള്ള വയലാണ് ഇന്നലെ എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. കസേരകൾ കുറെ കാലി, കുറെ പെങ്ങന്മാർ അവിടെ വന്നിരിക്കുന്നുണ്ട്. അവിടുന്ന് ഒരു 100 മീറ്റർ കഷ്ടി, 100 മീറ്റർ ഇല്ല, ഇങ്ങോട്ട് ഞാൻ വണ്ടി ഇങ്ങോട്ട് എടുത്തിങ്ങോട്ട് പോന്നപ്പോ കാണാം ഭയങ്കരമായ ജനം, നിറയെ ബൈക്കുകൾ. ഇസ്ലാമിക ബെൽറ്റാണ്. നമ്മുടെ ഈ ഉസ്താനോട് ചോദിച്ചാൽ അറിയാം, സെൻട്രൽ പള്ളിയിലെ ഉസ്താൻ അറിയാം ഈ നാടൊക്കെ. ഈ നാട്ടുകല്ലെന്ന് പറയുന്ന ഈ പിന്നെ 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 പെരിന്തൽമണ്ണ അല്ല, മണ്ണാർക്കാട് ടൗണിൽ നിന്ന് 14 കിലോമീറ്റർ ഉള്ളൂ. ഒരു 100 മീറ്റർ ഇപ്പുറത്തേക്ക് നീക്കുമ്പോൾ രണ്ട് സൈഡിലും, റോഡിന്റെ രണ്ട് സൈഡിലും നിറയെ ബൈക്കുകളും വാഹനങ്ങളും. അകത്ത് നോക്കിയപ്പോൾ ഭയങ്കര മോനെ വണ്ടി ഓടിക്കണേ, മോൻ ഇതെന്താ അപ്പൊ ഇവിടെ? ഞാൻ പറഞ്ഞു കളിയാവുള്ളൂ. ഞങ്ങൾ വണ്ടി ഒന്ന് സ്ലോ ചെയ്തിട്ട് ഒറ്റ നോക്കിയപ്പോ ഫുട്ബോൾ കളിക്കുകയാണ്. തിങ്ങി നിറഞ്ഞ ജനാണ്. അപ്പുറത്തൊരു വയലിന്റെ മജ്ലിസുണ്ട്, യാതൊരു പരിഗണനയുമില്ല. ഇപ്പുറത്ത് കളിയുടെ സദസ്സുണ്ട്, അവിടെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. 99% മുസ്ലിങ്ങളുള്ള നാടാണ് ഞാനീ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇവരെ ആര് നന്നാക്കും? ആലിമീങ്ങളെ ഇവരനുസരിക്കുവോ? തങ്ങന്മാരെ ഇവർ പരിഗണിക്കുവോ? കമ്മിറ്റിക്കാർക്ക് ഇവർ വല്ല പരിഗണനയുണ്ടോ? പ്രായത്തിൽ കൂടിയവരോട് വല്ല ബഹുമാനം ഇവർക്കുണ്ടോ? ഇങ്ങേറ്റം പിതാവിനോട് മാതാവിനോട് വല്ല താല്പര്യവും കടമ ഇവർക്കുണ്ടോ? ഇവരാര് നന്നാക്കും? മോളിൽ നിന്ന് നന്നാക്കും. അതാ കാണണേ. പടച്ചോൻ പറഞ്ഞു, നിങ്ങളെ ഇവിടുന്ന് തുടച്ചങ്ങോട്ട് മാറ്റാൻ വേണ്ടി അല്ലാഹു തആല ഏൽപ്പിച്ചേക്കണ കശാപ്പുകാരന്റെ പേരാണ് നെതന്യാഹു. അവനോട് മടങ്ങിപ്പോകാനല്ല പറയണ്ടേ, മോളിലേക്ക് വിളിച്ചിട്ട് പറയണം, കത്തിയായിട്ട് വന്നവനെ നീ തിരിച്ചു പിടിക്കുക മുതലാളിന്ന് മുതലാളിയോട് പറയണം. മുതലാളി വിട്ടിരിക്കുകയാണ്. ഇനി ഈ കശാപ്പെല്ലാം കഴിഞ്ഞു, നെതന്യാഹുവിന് സീറ്റ് കൊടുക്കുവോ? ഇല്ല. നേരെ ഖുർആൻ പറയുന്നു, എടാ നിന്റെ പണി കൊല്ലലാണ്, നിനക്കിവിടെ ജീവിതമൊന്നുമില്ല, നിനക്കിവിടെ അധികാരവുമില്ല. ഞാൻ നേരെ ആയത്തെടുത്ത് ഓതിയിട്ട് എനിക്ക് തോന്നണത് ഇന്ന് ഗസയിൽ പോരടിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കാരെ പറ്റിയാണോ അല്ലാഹ് ഇത് പറയണെന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ വിലയിരുത്തിക്കോ. വേറെ ഒരു പാർട്ടി അല്ലാഹു തആലയോട് കൊണ്ടുവരും. അവരെങ്ങനത്തെ പാർട്ടി? യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു.
അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ യുജാഹിദൂന ഫീ സബീലില്ലാഹ് വലാ യഖാഫൂന ലൗമത ലായിമിൻ ദാലിക ഫളലുല്ലാഹി യുഅ്തിഹി മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. ലോകത്താര് പറഞ്ഞാലും അവർ കുലുങ്ങൂല. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഉറങ്ങാത്തവര് ഉറങ്ങണവർ അവരുടെ പണി നടത്തിക്കോ. ഉറങ്ങാത്തവരോട് ശ്രദ്ധിച്ചേ, ലോകത്താര് പറഞ്ഞാലും അവർ കുലുങ്ങൂല. അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും വസാദഹും ഈമാന ഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. നിങ്ങൾ ഒറ്റപ്പെട്ടു കേട്ടോ. സൗദി അറേബ്യ പറഞ്ഞു നിങ്ങൾ ഒറ്റപ്പെട്ടു, നിങ്ങൾ അവർ പറഞ്ഞ അനുസരിക്കുക. അമേരിക്ക പറഞ്ഞ അനുസരിക്കുക. സിറിയ പറഞ്ഞു, ജോർദാൻ പറഞ്ഞു, ഇറാഖ് പറഞ്ഞു, ഖത്തർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. അമേരിക്ക പറഞ്ഞു, ബ്രിട്ടൻ പറഞ്ഞു, യൂറോപ്പ് എല്ലാവരും പറഞ്ഞു പോടാ. അവര് പറഞ്ഞു പോടാ നീയൊക്കെ നിന്റെ പണിക്ക്. ഞങ്ങളെ അവരെല്ലാവരും കൂടി ചുറ്റി വായിലിടുവോ? എന്നാ ഇട്ടോട്ടെ. സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ അങ്ങോട്ട് കൂടിയെന്ന് മാത്രമല്ല ഹസ്ബുനല്ലാഹ്, അവർ പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഞങ്ങളെ അവരെല്ലാവരും കൂടെ ചുറ്റിക്കൂട്ടാനാണ് അള്ളാഹ് നിന്റെ തീരുമാനമാണെങ്കിൽ ചുറ്റിക്കുട്ടിക്കൊന്ന് വായിലിട്ടോട്ടെ. ഉറച്ചു നിൽക്കും, എങ്ങും കൂസൂല. അവർ സർവസ്വവും അള്ളാഹുവിലേക്ക് തവക്കലാക്കും. അങ്ങനെയല്ലേ ഹൊസൈലെ പോലെ തന്നെ? ഹൊസൈൽ ഇപ്പൊ സംഭവിച്ചേക്കണം എന്താണ്? മുജാഹിദ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അവരെ കൊണ്ട് ഇപ്പൊ ലോകം പൊറുതിമുട്ടിയില്ലേ? ഒരൊറ്റ കപ്പലിപ്പോ കടലിൽ കൂടെ പോകാൻ അനുവദിക്കണ്ടോ അവര്? ഇല്ല. എല്ലാം പ്രശ്നങ്ങളല്ലേ. അതാ ഞാൻ പറഞ്ഞ ഈ ഓടണോനും കഥയ്ക്കും ഓടിക്കണോനും കഥിക്കും. ഓടിക്കണോന്റെ ധാരണ ഈ ഓടണോന്റെ ധാരണ ഓടിക്കണവൻ വിജയിച്ചു എന്നല്ല, ഓടിക്കണവനും കഥച്ചോണ്ടായി ഓടണേ. രണ്ടും മനുഷ്യരാണ്. പോട്ടെ ജനങ്ങളെ, പോട്ടെ. ഞാൻ എന്താ പറഞ്ഞു വന്നത്? നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡൗസർ ഇട്ട് നടക്കുന്നവരുടെ മക്കൾ ആരാ? ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ മുടി കെട്ടിയതുപോലെ മുടി കെട്ടി വെച്ചുകൊണ്ട് നടക്കുന്ന ആൺകുട്ടികൾ ഏത് സമുദായത്തിലാ? ഹിന്ദുവിലാണോ, ക്രിസ്ത്യാനിയിലാണോ, അത് ഈ സമുദായത്തിലാണോ? യഹൂദ ചെറുപ്പക്കാരൻ ടൗസറിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പൊതിയെടുത്തു. ഫലസ്തീനി ചെറുപ്പക്കാരന് കൊടുത്തപ്പോൾ അവൻ ആവേശത്തോടെ താല്പര്യത്തോടെ മേടിച്ചത് പൊതി വിടർത്തി അല്പമെടുത്ത് നാക്കിന്റെ അടിയിൽ വെച്ചു. തങ്ങൾ പറഞ്ഞു, മോനെ യഹൂദൻ തന്ന പൊതി എടുക്കല്ലേട്ടോ, അത് ലഹരിയാണ് കേട്ടോ. ഇന്നഹു റാസകുല്ലി ഫാഹിഷത്തിൻ. ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞു, മക്കളെ അവര് തന്ന പൊടി തൊടല്ലേട്ടോ. ആ പൊതി സർവ്വ അപകടങ്ങളും സർവനാശങ്ങളും വിരിച്ചു തരുന്ന ലഹരിയാണ് കേട്ടോ മക്കളെ. ലഹരിയുടെ സുഖത്തിൽ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മക്കള് പറഞ്ഞു, പോടാ മുസ്ലിയാരെ, പോടാ തങ്ങളെ, പോടാ കമ്മിറ്റിക്കാരെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്നെ കുറെ വർഷം മുമ്പ് അറിയാലോ. 18 വയസ്സുപോലെ ഞാൻ ഈ അമലുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ഇപ്പൊ വയസ്സെന്ന് ഇപ്പൊ മലബാർ ചോദിച്ചു എത്ര വയസ്സായിരുന്നു? ഞാൻ പറഞ്ഞു 64 വയസ്സായിരുന്നു. അള്ളാഹു താല അദ്ദേഹത്തിന് ആഫിയത്തല്ല. എപ്പോൾ വന്നാലും മലബാറിന്റെ വീട്ടിൽ പോയി ഇത്തിരി ഭക്ഷണം കഴിക്കാറുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ തൊഴിൽ അള്ളാഹു എന്നീ ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുന്ന തമ്പുരാനെ. എപ്പോൾ വന്നാലും കഴിക്കാറുണ്ട് അവിടെ പോയി. ഇന്നും അവിടെ തന്നെ പോയി കഴിച്ചു. അപ്പോൾ ഈ 64 വയസ്സിന്റെ ഇടയിൽ ഞാനിവിടെ എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ കാണുന്ന സദസ്സാണോ ഇപ്പോഴുള്ള സദസ്സങ്ങളൊന്നും വിലയിരുത്തി എനിക്ക്. കുറെ കാലം ഒക്കണത്, കുറെ കയ്യില്ലാത്തത്, കുറെ തപ്പി പിടിച്ചോണ്ട് നടക്കണത്, കുറെ നരച്ചത് കുരച്ചത് അല്ലേ, കവറിലേക്ക് കാലിയിട്ടത്, കുറെ മുതുക്കന്മാർ, കുറെ മുതുക്കികളും. പണ്ടെങ്ങനെയാണോ? പണ്ട് ചെറുപ്പക്കാരികളും നിറഞ്ഞിരിക്കും സദസ്സിൽ. ഇന്ന് അവരെങ്ങോട്ടാ പോയെ? അവർ കളിസ്ഥലത്ത് എന്നാ കാണാം, ഇല്ലെങ്കിൽ കലങ്കയിലെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കണ കാണാം. ചുമ്മാ ഇരിക്കുമല്ല. ഇന്നലെ ഞാൻ എൻ്റെ ഇടറോട്ടിലേക്കും കൂടെ ഇറങ്ങുമ്പോൾ 2 വണ്ടി കാർ അപ്പുറം ഇപ്പുറം നല്ല പൂ പോലെ നിൽക്കുന്ന ചെറുപ്പക്കാര്. മോനോട് ചോദിച്ചു, മോനെ ഇത് എന്താ ആൾക്കാരാ? അതൊക്കെ കച്ചവടക്കാരായിരിക്കും. അപ്പ എല്ലാം മുഖം കണ്ടിട്ട് നമ്മുടെ മക്കൾ തന്നെയാണ്. നിങ്ങളെടുത്ത് നോക്കിക്കോ, ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആരാ? എനിക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം ഞാൻ എൻ്റെ നഗ്നമായ എൻ്റെ ചെവികളെ കൊണ്ടിട്ട് നേരിട്ട് കേട്ടതാണ്. ഈ കേരള സംസ്ഥാനത്തെ എക്സൈസ് സർവീസിലെ ഉയർന്നതായ ഒരു ഉദ്യോഗസ്ഥൻ മോളിൽ ചുവന്ന ലൈറ്റുള്ള വാഹനത്തിൽ ബോഡി ഗാർഡോട് കൂടിയാണ് അയാൾ വന്നത്. പെരുമ്പാവൂർ ഒരു ഓഡിറ്റോറിയത്തിൽ അയാൾ പ്രസംഗിക്കുന്നു. ഞാൻ എൻ്റെ ഔദ്യോഗിക സേവന കാലഘട്ടത്തിൽ എൻ്റെ അടുക്കൽ വന്ന കേസുകളിൽ 80% മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ കേസാണ് എൻ്റെ അടുക്കിലേക്ക് വരിക. മയക്കുമരുന്ന്, ലഹരി, കടത്ത്. ഇതാരാണ് നിയന്ത്രിക്കുക? പറ്റുമോ? ഉലമാക്കളെ കൊണ്ട് സാധിക്കുമോ? കമ്മിറ്റിക്കാരെ കൊണ്ട് സാധിക്കുമോ?
നമ്മൾ മനസ്സിലാക്കിക്കോ, ഫലസ്തീൻ ഇവിടെ ആവർത്തിക്കപ്പെടും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ.